അധികം സമയമില്ല. ഇനി അന്തിമ വോട്ടർ പട്ടിക വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതിന് മുന്നോടിയായി ക്രമക്കേടുകൾ പരിഹരിക്കാൻ, ഈ പിഴവുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അതിൽ എന്ത് നടപടിയിലേക്ക്, നീക്കങ്ങളിലേക്കാണ് പാർട്ടി CPM കടക്കുന്നത്? അത് പരിഹരിച്ചേ പറ്റൂ. കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണല്ലോ പാർലമെന്ററി ജനാധിപത്യം, 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ പ്രായപൂർത്തി, വോട്ടവകാശമെല്ലാം ജനാധിപത്യത്തിന്റെ മനോഹാരിതകളിൽ ഒന്ന് തന്നെയാണ്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകൾ വന്നപ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് പരമാവധി ഇൻക്ലൂസീവ് ആകണം, എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആധാർ കാർഡ് വരെ ഒരു ബന്ധപ്പെട്ട രേഖയായി പരിഗണിക്കാൻ പറ്റില്ല എന്ന ഇലക്ഷൻ കമ്മീഷൻ വാശി പിടിച്ചപ്പോഴും പരമോന്നത നീതിപീഠം പറഞ്ഞത് നിങ്ങൾക്ക് ആളെ ഐഡന്റിഫൈ ചെയ്താൽ പോരെ, അത് കൃത്യമായിട്ട് ആധാർ കാർഡ് കൂടി അതിൻ്റെ ഒരു ബന്ധപ്പെട്ട രേഖയായി 13ാമത്തെ രേഖയായിട്ട് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നോ മാപ്പിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക, ഒരു ഇൻവിസിബിൾ ആയിട്ട് ഉള്ള ഒരു ലിസ്റ്റ് എന്ന രൂപത്തിൽ അങ്ങ് പോകുന്ന ഒരു രീതിയായിരുന്നു ആദ്യം ഉണ്ടായത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കടുത്ത സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് നോ മാപ്പിംഗ് ലിസ്റ്റ് പുറത്തുവിടാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറിയത്. അത്തരത്തിലുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കണം, ഹിയറിംഗ് ഒക്കെ നടത്തണം. ആ ഹിയറിംഗിന്റെ ഭാഗമായി കൃത്യമായി രേഖ ഹാജരാക്കിയാൽ അദ്ദേഹത്തെ മാപ്പിംഗ് ആക്കി മാറ്റണം, ഫൈനൽ പട്ടികയിൽ ഇടം പിടിക്കണം എന്നതാണ്. പക്ഷേ ആ നോ മാപ്പിംഗ് ആയി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഡിക്ലെയർ ചെയ്ത ആളുകളെ കൂടാതെ അത് ഏകദേശം 20 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഇപ്പം 37 ലക്ഷം പേരെ രേഖ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ പെടാത്ത നിരവധി ആളുകൾക്ക് രേഖ ഹാജരാക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അത് ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ടല്ല, പരമാവധി ആളുകളെ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പരമാവധി ആളുകളെ പലതരത്തിലുള്ള ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ രേഖ ഹാജരാക്കാനുള്ള നിർദ്ദേശം കൊടുത്തവർ രേഖ ഹാജരാക്കുമ്പോൾ കൃത്യമായി ആ രേഖയുടെ അടിസ്ഥാനത്തിൽ, ഇവിടെ പറഞ്ഞ ഡോക്യുമെന്റുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ ഭാഗമായി മാപ്പിംഗ് ആക്കി മാറ്റി അവരെ ഫൈനൽ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള അവസരമൊരുക്കണം. രണ്ടാമത്തെ കാര്യം, പുതിയ വോട്ടർമാർ. ഇപ്പോൾ 2 വർഷം കൊണ്ട് 18 വയസ്സിലേക്ക് ക്ലബിലേക്ക് വരുന്നവർ എത്ര എന്നതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു കണക്ക് നമുക്കറിയാം. കാരണം എല്ലാ വർഷവും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം. അപ്പോൾ ഒരു മണ്ഡലത്തിൽ തന്നെ 20,000 പേർ 2 വർഷം കൊണ്ട് പ്രായപൂർത്തിയായി ആ ലിസ്റ്റിലേക്ക് പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പട്ടിക ആരൊക്കെയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് പബ്ലിഷ് ചെയ്താൽ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരുടെ ബൂത്തിൽ പുതുതായിട്ട് വിഭാഗത്തിലുള്ളവരുടെ പട്ടിക നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമ്മുടെ കയ്യിലില്ലാത്തത്, വിവരങ്ങളില്ലാത്തത് ഈ പറയുന്നത് പോലെ പുതുതായി ആഡ് ചെയ്തവരുടെയാണ്. അത് പട്ടിക പുറത്തുവിടുമോ എന്ന് നമുക്കറിയില്ല. ഇതിലാണ് ഏറ്റവും വലിയ ദുരൂഹതയുള്ളത്. ഇത്രയധികം പേർ എവിടെയായിരുന്നു ഇത്രയും നാൾ? BLMമാർ എത്തിയപ്പോൾ ഇവരെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവരൊക്കെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് എങ്ങനെ പൊട്ടിമുളച്ചു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിലാണ് ദുരൂഹതയുള്ളത്. അതിലെന്ത് ചെയ്യാൻ കഴിയും? രണ്ടിലുമുണ്ട്. ആദ്യം പറഞ്ഞതിൽ 19 ലക്ഷത്തിൽ ശിഷ്ടം 20 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും പിന്നീട് രേഖകൾ ഹാജരാക്കിയത് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞ് 37 ലക്ഷം പേർ ഈ നോ മാപ്പിംഗിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് അവരോട് രേഖ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നോ മാപ്പിംഗിൽ പെടാത്ത പകുതിയോളം, കാരണം 20 ലക്ഷത്തിൽ താഴെ ഇപ്പം 37 ലക്ഷം, ഇരട്ടിയോളം പേർ ആ ലിസ്റ്റിൽ പെടുകയാണ്. അപ്പം അതിലും ദുരൂഹതയുണ്ട്. രണ്ടാമത് പുതിയ വോട്ടർ പട്ടികയുടെ കാര്യം. പുതിയ വോട്ടർ പട്ടികയിൽ അപേക്ഷ കൊടുത്താൽ അത് BLO വഴി തന്നെയാണ് പരിശോധന നടത്തേണ്ടത്. ആ ഒരു ബൂത്ത് അതിർത്തിയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു 300-350 വീടുകൾ ഉണ്ടാകും, 1200 വോട്ടുണ്ടാകും. ഏത് വീട്ടിൽ നിന്നാണോ അപേക്ഷ കിട്ടിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ, പ്രവാസിയാണെങ്കിൽ അവരുടെ വീട് ഏത് ബൂത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഈ 2 കാര്യമാണല്ലോ. ഏതെങ്കിലും തരത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്താനോ തെറ്റുകൾ തിരുത്താനോ A to B അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതും ഏത് ബൂത്തിൽ ഏത് വീട് എന്ന് കൃത്യമായി BLOയ്ക്ക് അറിയാം. BLOമാർക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു പരിശോധനയ്ക്ക് കുറവ് വന്നാൽ BLAമാരുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബൂത്ത് ലെവൽ അസിസ്റ്റന്റ് ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാരെ വിളിച്ച് വീട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് BLO വഴിയല്ലാത്ത ഒരു പുതിയ ആപ്ലിക്കേഷനും പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കാൻ പാടില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. ഏതൊക്കെയാണ് ലിസ്റ്റ് എന്ന് അറിയണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരെ കുത്തിക്കയറ്റാനുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം BJPയുടെ ഒരു സംസ്ഥാന നേതാവ്, സംസ്ഥാന വക്താവ് അടുത്ത കാലത്ത് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്ന് വരെ വോട്ടർമാരെ തിരികെ കയറ്റിയായാലും
ഇവിടുത്തെ ചില മണ്ഡലങ്ങൾ ഞങ്ങൾ പിടിക്കും എന്ന് പൊതുസമ്മേളനത്തിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞ വാചകമടക്കം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം പുറത്തുവിട്ട നിരവധി കണക്കുകളും രേഖകളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള ഏത് ശ്രമം വന്നാലും അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കണം. ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ സുതാര്യമാകണം. ഇപ്പോൾ പറഞ്ഞതുപോലെ പുതിയ ആപ്ലിക്കേഷന്റെ ലിസ്റ്റും പട്ടികയും എല്ലാം പുറത്തുവിടണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ മെറിറ്റുള്ള വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ യോഗ്യരായ ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.